ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്ക് തീരെ വയ്യാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് കുറച്ച് സിക്കാണ്. പറഞ്ഞ പോലെ ആലൊക്കെ ആദ്യം വയ്യാതായി, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യാതായി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വയ്യാണ്ടുള്ള ആ ഒരു ഫേസിൽ കൂടെയാണ് പോണത്. ക്ലൈമറ്റ് ചേഞ്ചാണ്, അതുകൊണ്ടുള്ള വയ്യായികളൊക്കെയാണ്. അപ്പോൾ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. ഇതിന് മുമ്പിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കുറേ നിർത്തിവെച്ച കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിന്നിട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാണ്ട് പോയ കുറേ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയെന്ന്. അങ്ങനെ തുടങ്ങിയൊരു കാര്യമാണ് മോർണിംഗ് വാക്ക്. ഭയങ്കര പോസിറ്റീവ് വൈബാണ്. എനിക്ക് വേറെ ഒന്നിനും കിട്ടാത്ത പോലത്തെ ഒരു പോസിറ്റീവ് വൈബാണ് അതിൽ നിന്ന് കിട്ടുന്നത്. കാര്യം ഭയങ്കര ഒരു ലോങ് വാക്കൊന്നുമല്ല. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ 15 മിനിറ്റ്സ് പോയി. ഞാൻ ഇന്ന് ഒരു 25 മിനിറ്റ്സ് ആ ഒരു ടൈമിൽ അത്ര വരേക്കാണ് പോയിട്ടുള്ളത്. നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഭയങ്കര സ്പീഡിലും അല്ലെങ്കിൽ കുറേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പയ്യെ തന്നെ അത് എനിക്ക് ഭയങ്കര പോസിറ്റീവാണ്. എനിക്ക് രാവിലെ തന്നെ കാര്യം ഈ പറഞ്ഞ പോലെ വയ്യാത്തതുകൊണ്ട് രാത്രി ഉറക്കവും കാര്യങ്ങളൊന്നും വലിയൊരു സുഖമൊന്നും ആവണില്ല. അവിടെ എന്നാലും കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് തന്നെയാണ് കേട്ടോ ആഗ്രഹം. അറിയില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും എന്താ ഇപ്പോൾ വയ്യാണ്ടായില്ലേ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരിക. അപ്പോൾ കാലം ഉറങ്ങാണ്, പില്ലുപടി ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ കൂടിയാണ്. ഇന്ന് ഫ്രഷ് ആയിട്ട് കുക്കിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. പുറത്തൊന്നും പോകണില്ല, കാരണം ഇന്നലെ കുറേ പുറത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് കുറച്ചും കൂടെ അധികമായത് ഇന്നത്തെ വയ്യായിക. അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ അതും കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ, ലാസ്റ്റ് ആഡ് ചെയ്യാം. ദെൻ വാട്ട്, സോ ദാറ്റ്സ് ഇറ്റ്. വന്ന് കയറിയുള്ളൂ. ഞാൻ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ചിയാ സീഡ്സ് ഇട്ടിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ. ദാറ്റ്സ് ഇറ്റ്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ദെൻ ജസ്റ്റ് ടു സബ്സ്ക്രൈബ്. ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ചിയാ സീഡ്സ് ഇട്ടതാണ് കേട്ടോ. ലെമൺ ഞാനിന്ന് ആഡ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ചുമ്മാ ചിയാ സീഡ്സ് മാത്രമേ ഇട്ടു. എനിക്ക് ഇന്നെന്താണെന്ന് അറിയില്ല, കുറച്ചധികം നടന്നുകൊണ്ട് ഇന്ന് എനിക്ക് കുറച്ചധികം വയ്യാണ്ടായി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വയ്യാണ്ടാണ് ഓൾറെഡി ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ഇതുകൂടെ കുടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ആക്കാം. ഇത് ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഹാലാക്ക് തോയ് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും എനിക്ക് പേടിയുള്ള ഒരു കാര്യമാണ് പൂച്ചകൾ. ഭയങ്കര പേടിയാണ് എനിക്ക് ചെറുപ്പത്തിൽ പേടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഓവറായിട്ട് തോന്നും, പക്ഷെ ഓവറേ അല്ല. കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇങ്ങനെ തൊടാനോ അല്ലെങ്കിൽ എനിക്ക് അടുത്ത് കൂടെയാണെങ്കിൽ ഞാനൊരു ഇത്ര മീറ്റർ ദൂരമൊക്കെയാണ് നടക്കുള്ളൂ. സീരിയസ്ലി പറയണതാണ്. അപ്പോൾ എന്താ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലക്കും വില്ലിനും ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെയൊക്കെ. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ ക്യാറ്റിൻ്റെ ഒക്കെ ഡോളല്ല ക്യാറ്റിൻ്റെ ഒക്കെ ടോയ് കണ്ടു കഴിഞ്ഞാൽ അവളെടുക്കും. അങ്ങനെ ഇന്നലെ എടുത്തതാണിത്. ഓക്കെ, ഇത് എടുത്തു. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, കാണിച്ചുതരാം.
എവിടെയോ ഇങ്ങനെ ഹാല ഞെക്കുന്ന കാണാറുണ്ട്. ഇങ്ങനെ എവിടെ ഞെക്കുമ്പോൾ ഇതിങ്ങനെ നാക്ക് പുറത്തേക്ക് വരും. ജസ്റ്റ് മിനിറ്റ്, എനിക്കതിന് ഓഫാണ്. കണ്ടോ, ഇത് ഇന്നലെ എനിക്കറിയില്ല രാത്രി ഞാൻ എത്ര പ്രാവശ്യം പേടിച്ചു. കാരണം ഇതിൽ എനിക്കറിയില്ല കേട്ടോ ഇത് എങ്ങനെയാണ് ഇത് ശരിക്കും വർക്ക് ചെയ്യണത്. ഇതിൽ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ കൈ തട്ടി ഹാല ഇതിനെ വെച്ചിട്ടാണ് നല്ല ഉറങ്ങിയത്. എനിക്കറിയില്ല ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്ന സമയത്ത് ഇത് ഹാലയുടെ അടുത്തുണ്ടല്ലോ, അപ്പം നമ്മൾ അറിയാതെ ഇതിലിങ്ങനെ കൈ തട്ടുമ്പോൾ അപ്പോൾ ഇത് ഈ സൗണ്ട് കേൾപ്പിക്കും. എനിക്കറിയില്ല രാത്രി ഞാൻ കുറേ പേടിച്ചു. കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു. കാരണം പെട്ടെന്ന് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ ഓർത്തിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കരയുടെ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല ടോയൊക്കെയാണ്, നല്ല ഹെവി വെയിറ്റ് ഒക്കെ ഉള്ള. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് കണ്ടപ്പോൾ ഞാനിപ്പോൾ അവളുടെ അടുത്തുനിന്ന് ഇങ്ങനെ പയ്യെ എടുത്തിട്ടുണ്ടോ എന്നാണ്. കാരണം അവളിങ്ങനെ തട്ടി കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ സൗണ്ട് ഇങ്ങനെ വരും. ബ്ലൂബെറീസ് കുറച്ചെടുത്ത് ഞാൻ പുറത്ത് വെക്കുന്നുണ്ട്. കാരണം ഫ്രിഡ്ജിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഹാല എണീറ്റ് കഴിഞ്ഞാൽ ഹാലൊക്കെ കൊടുക്കണം. അപ്പോൾ മീൻസ് തണുപ്പ് നാറിയിട്ട് നോർമൽ ടെമ്പറേച്ചർ ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഈ അടുത്ത് ഞാൻ കുറച്ച് ഡ്രസ്സ് തെമ്മൂന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ എടുത്താണ്. ഇത് വന്നിട്ട് ഞാൻ വാങ്ങിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഡ്രസ്സാണ്. ടോപ്പെന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ നീ ലെങ്ത്തിലും താഴെ കിടക്കുന്ന ഒരു ഗൗൺ. എനിക്ക് തീരെ വയ്യട്ടോ, എൻ്റെ സൗണ്ടൊക്കെ ആകെ മാറി തുടങ്ങി. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ എങ്ങനെ പിക്ചറിൽ കണ്ടോ അതുപോലെ തന്നെ എക്സാക്ട് സെയിം മെറ്റീരിയൽ നിങ്ങൾ കണ്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ വിൻ്റർ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതിൻ്റെ പെർഫെക്റ്റ് ഒക്കേഷൻ ആവുന്ന വരെ വെയിറ്റ് ചെയ്യും ഇടാൻ. എനിക്ക് ചുമ്മാ പുറത്ത് പോകുമ്പോൾ ഒന്നും ഇടാനപ്പോൾ എനിക്ക് മൂടേ വരില്ല. ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണോ എൻ്റെ എല്ലാ മൂഡും കറക്റ്റായ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ഒരു ദിവസമായിരിക്കും ഞാനിത് ഇടുള്ളൂ. അല്ലെങ്കിൽ ഞാനിത് എന്നിടാൻ പ്ലാൻ ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. മീൻസ് ഇപ്പോൾ നമുക്കൊരു ആനുവൽ പാർട്ടി വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ അന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു സ്കേർട്ടാണിത്. ഇതൊരു ഡെനിം സ്കേർട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ ഡെനിം സ്കേർട്ട് വാങ്ങിക്കാൻ വേണ്ടി വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ തെമോല് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സൈസ് കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷെ വന്നപ്പോൾ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആനുവൽ പാർട്ടിക്ക് ഇടാനുള്ള അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ ചിലപ്പോൾ അന്ന് അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ എനിക്കിത് ഇടാൻ തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഇടൂല. പക്ഷെ അത്രയും നാൾ ഞാൻ ഇതിടാണ്ട് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് പാൻസ് കേട്ടോ. അതും ഭയങ്കര കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ഇനി ഇതിൻ്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, ഈ സ്കേർട്ടിന് മാച്ചായിട്ട് വാങ്ങിച്ചാണ് ഈ ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ, ഫുൾ ടൈ ചെയ്യാനുള്ളതാണ് ഫ്രണ്ടിൽ, ഓപ്പണാണ്. അതല്ലെങ്കിൽ പിന്നെ ക്രോപ്പ് ടോപ്പ് ഇടേണ്ടി വരും. എനിക്ക് എപ്പോഴും ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് ചെയ്യണം. എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ ആണെങ്കിൽ തീരെ എന്താണോ എനിക്ക് ഇഷ്ടമല്ല. ഇട്ടാണൊന്നും ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇത് രണ്ടുമാണ് ഞാൻ പെയറായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് വലിയ ആ ഒരു ടോപ്പിനോട് ഇഷ്ടപ്പെട്ടിട്ടില്ല.
സോ ദാറ്റ്സ് ഇറ്റ്. രണ്ട് ചോടുന്നുണ്ട്. അതിലൊന്നെനിക്ക് വലിയ ക്ലോത്ത് വലിയ എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ പോയപ്പോൾ ഒന്ന് ഇട്ടു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. പിന്നെ എന്താ, അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പം സമയം 9:40 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എഴുന്നേറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തീരെ വയ്യാണ്ടായി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വയ്യ. കഴിച്ച് ഞങ്ങൾ നേരെ പോയത് സദയിലാണ് കേട്ടോ. സദ എന്ന് തന്നെയാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പൊന്നുമില്ല. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് കുറേ ബോട്ടിങ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല രസമാണ്, നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. 30 minutes. പാർക്കിങ്ങിലേക്ക് പോയപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കണ്ടു. ഞാൻ ഭയങ്കര സൺസെറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ സൺറൈസ് ആണോ സൺസെറ്റ് ആണോ ഏറ്റവും കാണാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ സൺസെറ്റാണ് പറയുള്ളൂ. എനിക്ക് അത്ര എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ ഇങ്ങനെ കയറാൻ നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു വ്യൂവും അതിൽ കൂടെ പോകുന്ന കാറും പിന്നെ ആ ഒരു എന്താ പറയുക എല്ലാം കൊണ്ട് ആ ബിൽഡിങ്ങും എല്ലാം കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ അത്.
സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഈ ഒരു വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഇനി എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.